ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമുക്കിന്ന് ജോസേട്ടൻ പോയിട്ട് നല്ല ഞണ്ടാണ് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ടൈപ്പ് ഞണ്ടാണ്. നമുക്കിപ്പോൾ ഒന്ന് കൊട്ടിയിട്ട് നോക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ഞണ്ട്. അപ്പം ഞണ്ട് എല്ലാവരും ഫേവറേറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ അതുപോലെ ഇവിടെയും ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഞണ്ട്. അപ്പം നമുക്കിതിനൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് കുറച്ച് ചെറുതായതുകൊണ്ട് അതിൻ്റെ കാലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം അതെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാല് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം. എനിക്ക് വലിയ എക്സ്പേർട്ടൊന്നും ഇല്ല, എങ്കിലും നമുക്കിതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഞണ്ടൊക്കെ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് സവാള ഇട്ടെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക്കും ഒരു പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാല നമ്മുടെ മമ്മി സ്പെഷ്യൽ മസാലയാണ്. മമ്മി പൊടിച്ചെടുത്ത ഒരു സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ ഞണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.